ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കോവിഡ് സാഹചര്യത്തിൽ 2021 +2 ഫിസിക്സിന്റെ എക്സാമിനേഷൻ പാറ്റേൺ വളരെ വ്യത്യസ്തമായിരുന്നു. അവിടെ ഡബിൾ ചോയ്സ് കൊടുത്ത് 120 മാർക്കിനായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നതും, അതുപോലെ ഉള്ള ഒരു മോഡൽ എക്സാം, ആ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ വീഡിയോയിലൂടെ സോൾവ് ചെയ്യുന്നു. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഫിസിക്സ് +2 ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ 2021. അപ്പൊ അതിൽ ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് നോക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് 8 എണ്ണം ഉണ്ടാവും. അതിൽ 8 × 1 = 8 മാർക്സ് ആയിരിക്കും ടോട്ടൽ. അതുപോലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് 14 എണ്ണം ഉണ്ടാവും. അതിൽ 14 × 2 28 ആയിരിക്കും ടോട്ടൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ മാർക്ക്. അതേപോലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് 12 എണ്ണം ഉണ്ടാവും. അത് 12 × 3 = 36. 36 ആയിരിക്കും ടോട്ടൽ മാർക്സ്. 4 മാർക്ക് ക്വസ്റ്റ്യൻസ് 7 എണ്ണം ഉണ്ടാവും. 7 × 4 അതായത് 28 മാർക്സിനായിരിക്കും ടോട്ടൽ 4 മാർക്ക് ക്വസ്റ്റ്യൻസ്. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് 4 എണ്ണം ഉണ്ടായിരിക്കും. 4 × 5 = 20. അപ്പൊ ഈ 8 ഉം 28, 36, 28, 30 ഇതെല്ലാം കൂടി കൂട്ടിയ ആകെ കിട്ടുന്ന മാർക്ക് എത്രയാണ്? 120 മാർക്സ്. അതേപോലെ തന്നെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ടാവും? 45 ക്വസ്റ്റ്യൻസ്. ഈ 45 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. മാക്സിമം മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് 60 ആണ്. അപ്പോൾ 120 ക്വസ്റ്റ്യൻസിന് 120 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്ന് വെറും 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതിനുള്ള ടൈം 2 hours + 15 minutes സ്കൂൾ ഓഫ് ടൈം. ഇനി നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നോക്കാം. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സും ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സിലൂടെയും കടന്നു പോയിട്ടുണ്ട്, അതിന്റെ ഒരു ഐഡിയ കൂടി കിട്ടും. അത് മാത്രമല്ല, ഈ മോഡൽ എക്സാമിലുള്ള ക്വസ്റ്റ്യൻസില് മിക്കവാറും എണ്ണം ഇനി വരുന്ന എക്സാമുകൾക്ക് ചോദിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഫുൾ ക്വസ്റ്റ്യൻസും നിങ്ങൾ കാണുക, പഠിക്കുക, എന്നിട്ട് നന്നായിട്ട് എക്സാം എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? The name of the wave associated with matter is called de Broglie wave. അതാണ് ആൻസർ. The vertical plane passing through the axis of rotation of Earth is called എന്താണ്? Geographic meridian. What happens to the ray of light when it travels from rarer to denser medium? The refraction അല്ലേ? rarer to denser mediumത്തിലേക്ക് പോകുമ്പോൾ it bends towards the normal. Which physical quantity is quantized in Bohr's second postulate? ഏതാണ്? നിങ്ങൾ ചാർജ് ക്വാണ്ടൈസേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഇതല്ല, ബോൾസ് മോഡൽ ഓഫ് ആൻ ആറ്റത്തിലാണ്. അപ്പോ ആംഗുലർ മൊമെന്റം. ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ഓൺലി particular value of angular momentum when they orbit in specific orbits. Angular momentum should be an integral multiple of h/2π. Angular momentum ആണ് അവിടെ ക്വാണ്ടൈസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻഫ്രാറെഡ് സ്പെക്ട്രം ലൈസ് ബിറ്റ്വീൻ ഏതാണ്? ആ ഒരു ഇൻഫ്രാറെഡ് റേസ് വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലാണ്. അപ്പോൾ ഇൻഫ്രാറെഡ് റേസിന്റെ പൊസിഷൻ മൈക്രോവേവ്സിനും വിസിബിൾ ലൈറ്റിനും ഇടയിലാണ്. പിന്നെ when a ray of light enters a glass slab from air, its wavelength decreases, wavelength increases, its frequency increases, frequency decreases. ഏതാണ്? നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ, wavelength decreases. പക്ഷെ എനിക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഫ്രീക്വൻസി ഒരിക്കലും ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടന്നു പോകുമ്പോൾ മാറില്ല. അപ്പൊ ഫ്രീക്വൻസി വിൽ റിമെയിൻ ദ സെയിം. പിന്നെ എന്താ ചേഞ്ച് ചെയ്യുക? നിങ്ങൾക്ക് അറിയാം, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. അപ്പൊ വെലോസിറ്റി ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി. ഫ്രീക്വൻസി മാറുന്നില്ല, അപ്പൊ വേവ് ലെങ്ത് അല്ലേ മാറണ്ടേ. അപ്പൊ ഗ്ലാസ് ലാബിലേക്ക് കടക്കുമ്പോൾ വെലോസിറ്റി കുറയും, അപ്പൊ വേവ് ലെങ്ത്തും കുറയും. How many electrons constitute 1 coulomb of charge?
മാത്രമല്ല ഇന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.6 × 10⁻⁻19 കൂലോം. ഇവിടെ നമ്മൾ എന്ത് ഐഡിയ ഉപയോഗിക്കുക? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ് ഉപയോഗിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇക്വേഷൻ Q = NE. അപ്പൊ ഹൗ മെനി ഇലക്ട്രോൺസ് എന്നാണ്. അപ്പൊ N ആണ് നമ്മൾക്ക് കാണേണ്ടത്. വസ്തുവിന്റെ ചാർജ് എത്ര തന്നിരിക്കുന്നത്? 1 കൂലോം. പിന്നെ ഇന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ Qക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/1.6 × 10⁻⁻19 എത്ര കിട്ടും? 6.25 × 10⁻18 ഇലക്ട്രോൺസ്. അപ്പൊ ഇത്രയും ഇലക്ട്രോൺസ് ചേർന്നാലാണ് 1 കൂലോം ചാർജ്. വളരെ വലിയ ചാർജ് ആണ്. Name the series of hydrogen spectrum which has least wavelength. ഏറ്റവും ചെറിയ wavelength. ഹൈഡ്രജൻ സ്പെക്ട്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പല സീരീസ്. ലേമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. അപ്പൊ തുടങ്ങുന്നത് ലേമൻ അല്ലേ? അപ്പൊ അതിനാണ് ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത്. ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. പിന്നെ give the reason between electric intensity and electric potential. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ 9ാമത്തെ ക്വസ്റ്റ്യനിൽ A, B 2 പാർട്ടുണ്ട്. ഓരോ പാർട്ടിനും ഓരോ മാർക്ക് വീതം. അങ്ങനെ 9ാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്കാണ് ഉള്ളത്. അപ്പൊ ഡിഫൈൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ is the work done to bring unit positive charge from infinity to a point. നിങ്ങൾക്ക് അത് ഇക്വേഷൻ ആയിട്ടും എഴുതാം. V = W/Q. W വർക്ക് ഡൺ ആണ്, Q ചാർജ് ആണ്. അടുത്തത് give the relation between electric intensity and electric potential. അപ്പൊ ഇലക്ട്രിക് ഇന്റൻസിറ്റി is the negative gradient of potential. അഥവാ നിങ്ങൾക്ക് ഇക്വേഷന്റെ രൂപത്തിൽ എഴുതാം. E = -ΔV/ΔX. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ. What is the principle of potentiometer? പൊട്ടൻഷ്യോമീറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്ററും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V is proportional to L or ഇലക്ട്രിക് ഇന്റൻസിറ്റി E is proportional to length. ഒരു വയർ ഉണ്ട് അല്ലെ? ആ ലെങ്ത് ഓഫ് ദ വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ആ ഒരു പ്രിൻസിപ്പൽ ഉപയോഗിച്ചിട്ടാണ് പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് 1 പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് വീസ്റ്റൺസ് ബ്രിഡ്ജ്. ഇത് രണ്ടും നിങ്ങളുടെ പ്രാക്ടിക്കലിൽ വരുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ ഈ വീസ്റ്റൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പൽ ഉപയോഗിക്കുന്നത് ഏതിലാണ്? മീറ്റർ ബ്രിഡ്ജിലാണ്. ഇനി അടുത്ത 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. A wire has a resistance of 16 ohms. It is bent in the form of a circle. Find the effective resistance between 2 points on any diameter of the circle. അപ്പൊ നമുക്ക് ഒരു വയർ ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 16 ohms. അപ്പൊ ഇതാണ് ആ വയർ എന്ന് വിചാരിക്കുക. നമുക്കറിയാം ഒരു വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ലെങ്ത് പകുതിയാവുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസും പകുതിയാവും. അപ്പൊ നമ്മൾ ആ വയറിനെ 16 ohmsന്റെ വയറിനെ വട്ടത്തിൽ ഒരു സർക്കിൾ ആക്കി ഈ 2 അറ്റത്തുള്ള റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ കണ്ടോ, മുകളിലെ വയറിന്റെ ഭാഗത്തിന് പകുതി റെസിസ്റ്റൻസ് ഉണ്ടാവും, കാരണം ലെങ്ത് പകുതിയല്ലേ ഉണ്ടാവുള്ളൂ. താഴത്തെ വയറിന്റെ ഭാഗത്തിനും പകുതി റെസിസ്റ്റൻസ്. അങ്ങനെ മുകളിലെയും താഴത്തെയും കഷ്ണങ്ങൾ നമ്മൾ 2 റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാം. 8 ohm 8 ohm. അവ പാരലലായി കണക്ട് ചെയ്തതുപോലെ കണക്കാക്കാം. അപ്പോ ഈ എക്സിന്റെയും വൈന്റെയും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് എത്രയായിരിക്കും? പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിന്റെ ഫോർമുലയാണ് 1/Rxy = 1/R1 + 1/R + 1/R. 2 R സെയിം അല്ലേ? 1/8 ആണ്. കൂട്ടുമ്പോൾ 2/8 കിട്ടും. പിന്നെ നിങ്ങൾ റെസിപ്രോക്കൽ എടുക്കാൻ മറന്നു പോവരുതേ. 2/8 എന്ന് പറയുന്നത് 1/R. Rxy = 8/2. That is 4 ohms. ഇനി അടുത്ത 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. A stationary charge can produce magnetic field. True or false? False, because magnetic field is produced by moving charges. ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. കറന്റിൽ പോകുമ്പോൾ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പോൾ സ്റ്റേഷനറി ചാർജ് കനോട്ട് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് ഫോൾസ് ആണ്.
Write down the equation for magnetic Lorentz force. എന്താണ് magnetic Lorentz force? The force acting on a charged particle due to both magnetic field ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ലോറൻസ് ഫോഴ്സ് മാഗ്നറ്റിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫോഴ്സ് എത്രയാണ്? F is equal to Q into V cross B. അപ്പൊ V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, Q എന്ന് പറയുന്ന ചാർജ് ആണ്. അപ്പൊ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. വെലോസിറ്റി 0 ആകുമ്പോ ഫോഴ്സ് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ മൂവിങ് ചാർജസിൽ ആണ് ഉണ്ടാവുന്നത് ഫോഴ്സ്. ആൻഡ് F is equal to QVB sin theta എന്ന രീതിയിലും നിങ്ങൾക്ക് ഇത് എഴുതാം. ലോറൻസ് ഫോഴ്സ് ഫോർ മാഗ്നറ്റിക്. മാഗ്നറ്റിക് എന്ന് പ്രത്യേകം പറഞ്ഞത് കൊണ്ടാണ് F is equal to Q into V cross B എന്ന് എഴുതിയത്. വെറുതെ ടോട്ടൽ ലോറൻസ് ഫോഴ്സ് ആണെങ്കിൽ ഇതിന്റെ ഒപ്പം ഒരു പ്ലസ് QE ഇലക്ട്രിക് ഫോഴ്സ് കൂടി ഉണ്ടാവും കേട്ടോ. അത് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. 13th question. What is the intensity of magnetization for magnetic materials? Intensity of magnetization is a measure of the extent of magnetization. അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി give the relation between B and H. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഇത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. അപ്പൊ അവ തമ്മിലുള്ള ബന്ധം എന്താണ്? B is equal to mu naught into H. എന്താണ് mu naught? Permeability of free space. Magnetic permeability of free space. അതിന്റെ വാല്യൂ എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? 4 pi into 10 raised to minus 7. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 മാർക്കിന്റെ. സ്റ്റേറ്റ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. 2 ലോസ് ആണുള്ളത്, അതിന് 2 മാർക്ക്. ഓരോ ലോക്കും ഓരോ മാർക്കായിരിക്കും. When a conductor is placed in a varying magnetic field, an EMF is induced in it. EMF എന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. EMF എന്ന് എഴുതിയാലും മാർക്ക് തരേണ്ടതാണ്. ഇനി വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് വിട്ടുപോവരുത്. ഈ വേരിയിങ് എന്ന വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെറുതെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ വെച്ചാൽ EMF ഉണ്ടാവില്ല. ഇനി സെക്കൻഡ് ലോ എന്താണ് ഫാരഡേയുടെ? The induced EMF in a coil is equal to the rate of change of flux linkage. അപ്പൊ ഈ EMF, induced EMF-നെയാണ് ഈ പോലെയുള്ള ലെറ്റർ കൊണ്ട് കാണിക്കുന്നത്. ഈക്വൽ ടു മൈനസ് N. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ആണ്. Phi എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്സ്. T എന്ന് പറയുന്നത് DT എന്ന് പറയുന്നത് ടൈം ചേഞ്ച്. അപ്പോ ഇതാണ് ഈ സെക്കൻഡ് ലോന്റെ മാത്തമാറ്റിക്കൽ ഫോം. നിങ്ങൾ ഈ സെന്റൻസ് മറന്നുപോയാലും ഈ ഇക്വേഷൻ എഴുതിയാലും മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്ത 2 മാർക്കിന്റെ ചോദ്യം. ഡ്രോ ദ റേ ഡയഗ്രാം ഫോർ എ കോൺവെക്സ് ലെൻസ് പ്രൊഡ്യൂസിങ് വെർച്വൽ ഇമേജ്. അപ്പൊ കോൺവെക്സ് ലെൻസ് പൊതുവെ റിയൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് എപ്പോഴാണെന്നറിയോ? നമ്മൾ ഈ ഒബ്ജക്റ്റ് ഈ ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിന്റെയും ഫോക്കൽ ലെങ്തിന്റെയും ഇടയിൽ വെക്കുമ്പോ, ഫോക്കൽ ലെങ്തിന്റെ മുന്നിലേക്ക് ഒബ്ജക്റ്റിനെ വെച്ചു കഴിഞ്ഞാൽ കണ്ടോ, the ray of light that passes parallel to the principal axis, principal axis-ന് സമാന്തരമായി പോകുന്ന ray of light after refraction passes through the principal focus. അപ്പൊ നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് വെക്കേണ്ട പണിയുള്ളൂ. പിന്നെ ഈ നിയമം അനുസരിച്ച് നേരെ വരിക, അത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പോവുക. അടുത്തൊരു റേ ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്നത് വിത്തൗട്ട് എനി ഡീവിയേഷൻ നേരെ പോകും. ഇത് രണ്ടും മീറ്റ് ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല, കാരണം ഇത് രണ്ടും ഡൈവേർജ് ചെയ്താണ് പോകുന്നത്. അപ്പൊ ഇതിനെ ബാക്കിലേക്ക് ഡോട്ടഡ് ലൈൻസിലൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ ദേ അപ്പിയർ ടു കം ഫ്രം ദിസ് പോയിന്റ്. അപ്പൊ ഇവിടെയാണ് IM ഇമേജ് ഉണ്ടാവുന്നത്. ഈ ഇമേജ് ഒരു വെർച്വൽ ഇമേജ് ആണ്. എന്തുകൊണ്ടാ? ലൈറ്റ് റേസ് ആക്ച്വലി മീറ്റ് ചെയ്യുന്നില്ല അല്ലെ. ഇത് നമുക്കൊരു സ്ക്രീനിലും കിട്ടില്ല. അപ്പൊ ഇത് വെർച്വൽ ഇമേജ് ആണ്. അപ്പൊ ഈ ഫിഗർ വൃത്തിയായിട്ട് വരച്ചു വെക്കുക, 2 മാർക്ക് കിട്ടും. സ്റ്റേറ്റ് എനി 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ബോറിന്റെ 3 പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഞാൻ ഇപ്പൊ ഫസ്റ്റ് പോസ്റ്റുലേറ്റും സെക്കൻഡ് പോസ്റ്റുലേറ്റും ആണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മറന്നാല് തേർഡ് പോസ്റ്റുലേറ്റ് ഓർമ്മയുണ്ടെങ്കിൽ അതും എഴുതാം. എന്താ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്?
atoms have some specific stable energy states where electrons could orbit around the nucleus without emitting radiation. Electrons ഒരു specific orbital കറങ്ങുമ്പോൾ അതിന് ഒരു റേഡിയേഷനും പുറത്തേക്ക് വിടേണ്ടതില്ല ആണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്താണ്? ഇലക്ട്രോൺസ് ഓർബിറ്റ് ഇൻ ഓർബിറ്റ്സ് വേർ ഇറ്റ്സ് ആംഗുലർ മൊമെന്റം ഇസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, എന്താണ് ബോർ മോഡലില് ക്വാണ്ടൈസ്ഡ്. അപ്പൊ ഈ ആംഗുലർ മൊമെന്റം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/π ആണെന്ന് പറയുന്നതിനാണ് ആംഗുലർ മൊമെന്റം ഇസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ട് പോസ്റ്റുലേറ്റ്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്താണ്? ഇലക്ട്രോൺ ക്യാൻ ജംപ് ഫ്രം ഹയർ എനർജി ലെവൽ ടു ലോവർ എനർജി ലെവൽ ആൻഡ് ദ ഡിഫറൻസ് ഇൻ എനർജി ഇസ് ഗിവൺ ഔട്ട് ഇൻ ദ ഫോം ഓഫ് എ ഫോട്ടോൺ. I minus EF is equal to h nu. h nu എന്ന് പറഞ്ഞ എനർജി ഓഫ് എ ഫോട്ടോൺ ആണ്. അപ്പൊ അത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഏതെങ്കിലും രണ്ട് പോസ്റ്റുലേറ്റ് എഴുതിയാൽ മതി. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം. സ്റ്റേറ്റ് ദ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ. എന്താണ് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ? ദ റേഡിയോ ആക്റ്റീവ് ഡീകേസ് per unit time is directly proportional to the total number of nuclei in the sample. എത്ര ഡീകേ per unit time, എത്ര റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഡീകേ ചെയ്തു പോകുന്നു പെർ സെക്കൻഡില്, പെർ യൂണിറ്റ് ടൈം എന്നുള്ളത് അതിലാകെ എത്ര റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ട്, എത്ര സാമ്പിൾ ഉണ്ട് എന്നതിന് നേർ അനുപാതത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാൻ വേർഡ്സ് അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ഡെൽറ്റ n ബൈ ഡെൽറ്റ ടി is proportional to n എന്ന് എഴുതിയാലും 1 മാർക്ക് കിട്ടും. ഇനി what are the number of protons and neutrons in the nucleus uranium 238-92? അപ്പൊ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ആറ്റോമിക് നമ്പർ ആണ്. അത് തന്നെയായിരിക്കും അതിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 92. ഇനി ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് മാസ് നമ്പർ ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കാണുക? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. അപ്പൊ 238 മൈനസ് 92, അതായത് 146. ഇനി അടുത്ത 2 മാർക്കിന്റെ ചോദ്യം നോക്കാം. In the magnetic meridian of certain clays, the horizontal component of Earth's magnetic field is 0.28 Gauss. And the dip is given by 60. What is the magnetic field of the Earth at this location? For BH is equal to 0.26 G. Theta is equal to 60 degree. Dip angle തന്നിട്ടുണ്ട്. നമുക്കറിയാം horizontal component of Earth's magnetic field BH is equal to B cos theta. Vertical component ആയിരുന്നെങ്കിലോ BV is equal to B sin theta ആയിരിക്കും. ഇവിടെ horizontal component ആ തന്നിരിക്കുന്നത്, തീറ്റയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് B കണ്ടുപിടിക്കാം. കോസ് തീറ്റ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിലാവും. B is equal to BH by cos theta. BH തന്നിട്ടുണ്ടല്ലോ. കോസ് തീറ്റ 60 ആയിട്ട് എടുക്കുമ്പോൾ cos 60 is 0.5 അഥവാ ഹാഫ്. അപ്പൊ നമ്മൾക്ക് കിട്ടും. ഇനി ഇത് ജിയിലാണ് കിട്ടുന്നത്, ഇതല്ല SI യൂണിറ്റ്. SI യൂണിറ്റ് എത്രയാണ്? ടെസ്ലയാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് is equal to 0.52 into 10 raised to minus 4 Tesla. 1 Gauss is equal to 10 raised to minus 4 Tesla. ഇനി അടുത്ത 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Give the principle of a transformer. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇനി give the 2 energy losses in transformer. അപ്പോൾ ട്രാൻസ്ഫോമറില് എനർജി പോകുന്നത് ഏതൊക്കെ കാരണം കൊണ്ടാണ്? പല കാരണങ്ങൾ കൊണ്ട് പോകുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അപ്പൊ ഞാൻ അവിടെ 3 എഴുതിയിട്ടുണ്ട്. എഡി കറന്റ് ലോസ്, ഹീറ്റ് ലോസ്, ഫ്ലക്സ് ലീക്കേജ് ലോസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡ്രോ ദ ഫേസർ ഡയഗ്രാം വിത്ത് V voltage and I current for an inductive circuit. അപ്പോൾ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എപ്പോഴും കറന്റും വോൾട്ടേജും തമ്മിൽ
ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ഫേസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആംഗിൾ മാറുന്നു എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ ദാ കറന്റ് ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, അവ തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ π/2 എന്ന് കാണിച്ചിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് കറന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പൊ വോൾട്ടേജ് മേക്ക് ചെയ്യുന്ന എത്ര ആയിരിക്കും? തീറ്റ പ്ലസ് π/2 ആയിരിക്കും. ഇനി വാട്ട് ഇസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വി ആൻഡ് ഐ ഇൻ ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്? ഇതറിയാതെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. എത്രയാണ് ഫേസ് ഡിഫറൻസ്? π/2 അഥവാ 90 ഡിഗ്രി ആണ് ഫേസ് ഡിഫറൻസ്. ഇനി അടുത്ത 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഗിവ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ